ബിസിനസ് ചെയ്ത് തൻ്റെ അച്ഛൻ സമ്പാദിച്ച പണമെല്ലാം നശിപ്പിച്ച് കളഞ്ഞ വിക്ടർ അത് തൻ്റെ അച്ഛൻ്റെ അടുത്ത് എങ്ങനെ പറയുമെന്നറിയാതെ ജീവൻ പോലും കളയണമെന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുന്ന വിക്ടറിൻ്റെ അടുത്ത് മുന്നാബായ് റേഡിയോ ലൈവിലൂടെ ഇങ്ങനെ പറയുന്നു: നീ നിന്റെ ജീവൻ എടുക്കുകയാണെങ്കിൽ അത് നിന്റെ അച്ഛന് ഒരുപാട് ദുഃഖം മാത്രമേ പിന്നെയും കൊടുക്കുകയുള്ളൂ. നീ ഒരു കാര്യം ചെയ്യുക, നേരെ നിന്റെ അച്ഛൻ്റെ റൂമിലോട്ട് ചെല്ലുക, അവിടെയുള്ള റേഡിയോ ഓൺ ചെയ്ത് വയ്ക്കുക, മൊബൈലും അപ്പോൾ ലൈവിലായിരിക്കണം. എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുക. വിക്ടർ അതുപോലെ തന്നെ ചെയ്യുന്നു. താൻ എല്ലാ പണവും നശിപ്പിച്ചു എന്നും താൻ നശിപ്പിച്ച പണം എന്ത് പണിയെടുത്തും ഞാൻ തിരിച്ച് നേടിയെടുക്കുമെന്നും അച്ഛൻ്റെ അടുത്ത് പറയുന്നു. ഇത് കേട്ട അച്ഛന് ദേഷ്യം വരികയും വിക്ടറിനെ അടിക്കാൻ കൈപൊക്കുകയും ചെയ്യുന്നു. ഈ സമയം റേഡിയോ ലൈവിലൂടെ മുന്നാബായി പറയുകയാണ്: നിങ്ങൾ നിങ്ങളുടെ മകനെ ഇപ്പോൾ തല്ലുകയാണെങ്കിൽ അവൻ ഇനി ഒരിക്കലും സത്യം തുറന്നു പറയാൻ തയ്യാറാവുകയില്ല. അവൻ ചെയ്ത തെറ്റ് അവൻ മനസ്സിലാക്കുന്നുണ്ട്. അവൻ ഇപ്പോൾ മാറാനൊരു അവസരം കൊടുത്താൽ അവൻ തെറ്റിൻ്റെ വഴിയിലോട്ട് പോകാനുള്ള അവസരം കുറയുകയും ഇനി അഥവാ അവൻ അറിയാതൊരു തെറ്റ് ചെയ്തിരുന്നാലും അവൻ നിങ്ങളുടെ അടുത്ത് ഇനിയും തുറന്നു പറയാനുള്ള സാധ്യതയും കൂടും. അവൻ നന്നാകും. ഇത് കേൾക്കുന്ന അച്ഛൻ്റെ മനസ്സ് മാറുകയാണ്. തൻ്റെ മകൻ്റെ കയ്യിലിരുന്ന ഫോൺ വാങ്ങിയിട്ട് മുന്നാബായിയുടെ അടുത്ത് ആ അച്ഛൻ പറയുന്നു: താങ്കൾ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എൻ്റെ മകൻ ആകെ മാറിയിരിക്കുന്നു. അങ്ങനെ ആ അച്ഛൻ വിക്ടറിനോട് ക്ഷമിക്കുന്നു. ഈ പ്രോഗ്രാം ലൈവിലൂടെ ആൾക്കാരെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. പലരും പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഈ പ്രോഗ്രാമിലേക്ക് കോൾ ചെയ്യുന്നു. ഈ പ്രോഗ്രാം അങ്ങനെ ഫേമസ് ആകുന്നു.